നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ആഘാതത്തിൽ നിന്ന് തിരിച്ചുവരവിനൊരുങ്ങുന്ന CPM-ലെ അഭിപ്രായ ഭിന്നത കൂടുതൽ പരസ്യമാക്കപ്പെടുന്ന പ്രസ്താവനകളാണ് ഇപ്പോൾ പൊതുരംഗത്തു നിറയുന്നത്. വിമത MLA-മാരെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ നിന്ന് ഉയർന്ന പ്രസ്താവനയാണ് പുതിയ പുകിലിന്റെ ഇതിവൃത്തം. സംസ്ഥാന സെക്രട്ടറിയും മുതിർന്ന നേതാക്കളും പരസ്പരം പഴിചാരി കളം നിറയുമ്പോൾ അണികളും രാഷ്ട്രീയ നിരീക്ഷകരും ഒരുപോലെ അമ്പരപ്പിലാണ്. തോറ്റിട്ടും പഠിക്കാത്ത ഈ പോക്ക് എങ്ങോട്ട് എന്നതാണ് പാർട്ടി കോണുകളിൽ നിന്നടക്കമുയരുന്ന പ്രസക്തമായ ചോദ്യം. എന്ത് പറഞ്ഞതാണെന്ന് നടക്കുമോർത്ത് സംഘടനയുടെ ഏൽപ്പിച്ചോ കഴിഞ്ഞ വോട്ട് ചെയ്തവർക്ക് അനുഭവിച്ചു. PK ഗോവിന്ദൻ വർഗവഞ്ചകനാണ്. അതുകൊണ്ട് ചോറിന്റെ കൂറല്ല, രാഷ്ട്രീയ കൂറാണ് അവർക്കുണ്ടായത്. എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്, കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. പാർട്ടിയെ വഞ്ചിച്ചു, വർഗവഞ്ചനയാണ്, ചതിയാണ്, വഞ്ചിച്ച് ചതിച്ചു പോകുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ആ നിലപാട് അതിശക്തമായ രീതിയിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. സാധാരണ നിലക്ക് എൻ്റെ നാട്ടിലൊരു വർത്തമാനമുണ്ട്, 8:45 വെച്ച പോലെ. അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് ഇവിടെ വലിയ തോതിൽ പോയിട്ട് ആക്രമിക്കാൻ പുറപ്പെടുന്നത്. രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാനേ.